ഹായ് നമസ്കാരം ഫ്രണ്ട്സ്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ മലപ്പുറത്ത് കരിപ്പൂർ എയർപോർട്ടിന് സമീപം കാടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് എക്കോ ഡെക്കോർ വേൾഡ് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ വീട്ടിലേക്ക് ഈ സോഫ കം ബെഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സോഫയായിട്ട് ഉപയോഗിക്കാം, അതുപോലെ ഒരു കട്ടിൽ ബെഡായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫർണിച്ചറാണ്. ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മളിതിൽ നോക്കേണ്ടത് നമ്മളുടെ മുറിയുടെ നീളം, വീതി, ഈ കാര്യങ്ങളൊക്കെ, ഉയരം, ഇതൊക്കെ നമ്മൾ നോക്കണം. അതായത് നമ്മുടെ സോഫ കം ബെഡ് അവിടെ കൊണ്ടുവന്നിട്ട് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിലൂടെ നമുക്ക് നടക്കാനും അതൊന്ന് ക്ലീൻ ചെയ്യാനും അങ്ങനെയുള്ള സൗകര്യങ്ങൾ, അതിനുള്ള ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് മുറിയുടെ നമ്മുടെ റൂമിൻ്റെ നീളത്തിനും വീതിക്കൊക്കെ അനുസരിച്ചുള്ള ഒരു ഡിസൈനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ഈ സോഫയുടെയൊക്കെ മെറ്റീരിയലിൻ്റെ, അതിൻ്റെ ഫ്രെയിമിൻ്റെ ക്വാളിറ്റി, അത് നമ്മൾ നോക്കണം. അത് എന്തുകൊണ്ടാണ് ആ ഫ്രെയിം ഉണ്ടാക്കിയിരുന്നത്? മെറ്റൽ ഫ്രെയിമാണോ, അല്ലെങ്കിൽ സോളിഡ് വുഡിൻ്റെ ഫ്രെയിമാണോ, ഹാർഡ് വുഡ് ഫ്രെയിമാണോ, പ്ലൈവുഡിൻ്റെ ഫ്രെയിമാണോ, അല്ലെങ്കിൽ പാർട്ടിക്കിൾ ബോർഡിൻ്റെ ഫ്രെയിമാണോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കാം. അതുപോലെ മെറ്റലിൻ്റെ ഫ്രെയിം, അതുപോലെ സോളിഡ് വുഡിൻ്റെ ഫ്രെയിമൊക്കെ ആണെച്ചെങ്കിൽ ഇത് കുറേ കാലം ലാസ്റ്റ് ചെയ്യും. അതേസമയം പാർട്ടിക്കിൾ ബോർഡ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആണെച്ചെങ്കിൽ അതിൻ്റെ ഫ്രെയിം ആണെച്ചെങ്കിൽ അതിന് ലൈഫ് കുറച്ച് കുറവായിരിക്കും. ഓക്കെ, പിന്നെ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉറപ്പുള്ള ഫോമായിരിക്കണം. പിന്നെ അതുപോലെ നല്ല ലൈഫുള്ള കുഷ്യന്, ഡെൻസിറ്റി നമുക്ക് അതിന് പാകത്തിനനുസരിച്ചുള്ള കുഷ്യനായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ലൈഫുള്ള കുഷ്യനാണോ എന്നുള്ളത് നോക്കണം. പിന്നെ ഈ കുഷ്യൻ്റെ കംഫർട്ട്, അത് എത്ര സുഖം നമുക്ക് നൽകുന്നുണ്ട്, അതും നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്യണം. ഇരുന്ന് നോക്കിയിട്ട് നമ്മളത് നോക്കണം. ഓക്കെ, പിന്നെ അതിൻ്റെ ഫോൾഡിങ് മെക്കാനിസം, ഈ സോഫ കം ബെഡിനൊരു ഫോൾഡിങ് മെക്കാനിസം ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ മടക്കി വെക്കാൻ നമുക്ക് പറ്റുന്നത്. അത് ഓക്കെ ആണോ? അത് ഫോൾഡിങ് മെക്കാനിസം, അതിൻ്റെ ഹിഞ്ചസ് ഒക്കെ ലാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണോ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്? ഫോൾഡിങ് മെക്കാനിസം സ്ട്രെങ്ത് ഉള്ളതാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനെ പുൾ ഔട്ട് ചെയ്യുമ്പോഴും, അതുപോലെ ടേൺ അറൗണ്ട്, ഫുൾ ടേൺ തിരിച്ച് ഇതാക്കുമ്പോഴൊക്കെ അത് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കിടന്ന് നോക്കിയിട്ട്, അത് കിടക്കയായിട്ട് നമ്മൾ നിവർത്തിയിട്ടിട്ട് അത് കിടന്ന് നോക്കിയിട്ട് അതിൻ്റെ സൗകര്യം എങ്ങനെ, ഒരു കിടക്ക പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ലേ, അത് നമ്മൾ നോക്കണം. പിന്നെ അതുപോലെ അതിൻ്റെ ബാക്ക് സപ്പോർട്ട്, നമ്മൾ സോഫയായിട്ട് ഉപയോഗിക്കുമ്പോൾ ബാക്ക് സപ്പോർട്ട് അത് സ്ട്രോങ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ബാക്ക് സപ്പോർട്ട് എത്ര കൺവീനിയൻ്റ് ആണ്, ബാക്ക് സപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന കുഷ്യൻ അത് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ള സോഫ കം ബെഡാണ് വാങ്ങിക്കുന്നത് വെച്ചെങ്കിൽ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയുണ്ട്, എന്തെല്ലാം സാധനങ്ങളിൽ വെക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മേലെയുള്ള ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ മേലെ ഉപയോഗിച്ചിരിക്കുന്ന ഫാബ്രിക്, അത് നമുക്ക് ഈ കറകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഫാബ്രിക് തന്നെ മേലേക്ക് എടുത്ത് മാറ്റി വാഷ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഫാബ്രിക്കാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് അതിൻ്റെ വെയിറ്റ് വലിയൊരു ഘടകമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ക്ലീനിങ്ങിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ സ്ത്രീകൾക്ക് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാനൊക്കെ പറ്റുന്ന തരത്തിലൊരു ഭാരത്തിലുള്ളതാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഭാരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടറാണ്. പിന്നെ ഓഫ് കോഴ്സ് അതിൻ്റെ വാറണ്ടി, ഗ്യാരണ്ടി കാര്യങ്ങളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ കസ്റ്റമർ റിവ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ നോക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ടോട്ടൽ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നിത്യമുള്ള ഉപയോഗത്തിന് വേണ്ടിയുള്ളൊരു സോഫ കം ബെഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നോക്കണം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ലൈഫും എത്രയാണെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. അതേസമയം നമ്മൾ ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു രൂപകൽപ്പന, അതിൻ്റെ ഒരു ബ്യൂട്ടിക്കൊക്കെ വേണ്ടിയുള്ളതാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ലൈഫ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അപ്പോൾ അപൂർവമായി ഉപയോഗിക്കുന്നുള്ളൂ വെച്ചെങ്കിൽ അതിൻ്റെ ബ്യൂട്ടിക്കായിരിക്കണം നമ്മൾ, വളരെ റെയറായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഭംഗിക്കായിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിത്യേന ഉപയോഗിക്കുന്നതാണെങ്കിൽ എപ്പോഴും നമ്മൾ അതിൻ്റെ അതിൻ്റെ സ്ട്രെങ്ത്ത്, അതിൻ്റെ ഗുണമേന്മ, അതിൻ്റെ ലൈഫ്, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.